ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു ചെറിയൊരു റെസിപ്പി ഉണ്ടാക്കാൻ പോവുക. ഇന്ന് നമ്മൾ സേമിയത്തിൻ്റെ ഉപ്മാവ് ഉണ്ടാക്കാൻ പോവുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയാൽ. പിന്നെ ഇതൊരു 150 ഗ്രാം സേമിയ പാക്കറ്റാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഹായ്, ഞാൻ പറഞ്ഞ ഇതാ സേമിയ ഉണ്ടാക്കുന്നത്. ഇതിനെക്കൊണ്ട് നല്ല സൂപ്പറായിട്ട് ഉപ്മാവ് ഉണ്ടാക്കൂ. നമ്മളൊരു സബ്സ്ക്രൈബേഴ്സ് ഒരു കുട്ടി പറഞ്ഞതാ എന്തെങ്കിലും പെട്ടെന്ന് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആക്കി കാണിക്കാൻ. പുതിയ ഇത് നൂഡിൽസ് പോലത്തെ. അപ്പോൾ ഇത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉപ്മാവ് ഉണ്ടാക്കി നോക്കാം അങ്ങനെയാണ്. അതിന് ഞാൻ ഇതാ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. പച്ച കിട്ടുമെങ്കിൽ അത്രയും നല്ല. ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി. ഇനി നമുക്ക് മല്ലിച്ചപ്പോ കരിയാമ്പിലോ അതെല്ലാം ഇത് ആദ്യം നമുക്കിത് വേവിക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക്. ഇത് അധികം വേവിക്കറും നോക്കി എടുക്കണം നമ്മൾ. ഈ വേണ്ടുന്ന വെള്ളം ഇട്ട് കൊടുക്കാം. ഇത് മുങ്ങുന്നവരില്ല ഒരു വെള്ളം ഇട്ട് കൊടുത്തിട്ട് ഒരു ലേശം ഒരാവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു ലേശം കൂടി 1.5 ഗ്ലാസ് വെള്ളം ഇട്ട് കൊടുത്താൽ മതി. 1.5 ഗ്ലാസ്, ഇത് 1 ഗ്ലാസ് ആയിട്ടില്ല, ഒരു 1/2 ഗ്ലാസും കൂടി വെള്ളം. അത് മുങ്ങുന്നവരെയുള്ള വെള്ളം ഒഴിക്കുക. എൻ്റെ അധികം വേവിക്കറും കണക്കായ ഒരു വേകാൻ പാടുള്ളൂ. അത് കാണിച്ചു തരാം അങ്ങനെയാണ്. വേകുന്നവരെ ഒരു തുള്ളി എണ്ണ ഒഴിച്ചാൽ മതി. അത് അടിക്ക് പറ്റാണ്ടിരിക്കാനാണ് ഒരു ലേശം എണ്ണ ഒഴിച്ചു കൊടുത്ത്. ഒരു തുള്ളി അടിക്ക് പറ്റാണ്ടിരിക്കാനാണ് ഈ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ആ എണ്ണയെല്ലാം ഒഴിച്ചതല്ലേ, എണ്ണയും ഉപ്പെല്ലാം ഇട്ടല്ലേ, നന്നായിട്ട് അടിക്ക് പിടിക്കാണ്ട് നോക്കണം. വേവട്ടെ, ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം. അടിക്ക് പിടിക്കറും എന്നത് വേവട്ടെ. അപ്പോഴത്തെ നമുക്ക് ഈ സാധനമെല്ലാം നമുക്ക് പച്ചക്കറി അങ്ങനെ ഗ്രീൻ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് മുറിക്കാം. ഇഞ്ചി മുറിക്കാം. ഇഞ്ചി ഇട്ടാൽ നല്ലൊരു ഇഞ്ചിൻ്റെ മണവും ആകുമ്പോൾ നല്ലൊരു ഇതുണ്ടാവും. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് മുറിക്കാം. ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ടാക്കണം. പിന്നെ നമുക്ക് മുട്ടയും വറുത്തിട്ടിടാം. ചിക്കനും ഇടാം. നമുക്ക് ചിക്കൻ വേവിച്ചിട്ട് നല്ല കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ചിക്കനും ഇടാം. മുട്ട വേണമെങ്കിൽ മുട്ട വറുത്തിട്ട് മുട്ടയും ഇടാം. എന്നാൽ നല്ല രസം നല്ല ഉണ്ടാവും. എല്ലാം പെട്ടെന്നാക്കാൻ പറ്റുന്ന സാധനം തന്നെയാണ്. വൈകുന്നേരം എല്ലാം ആകുമ്പോൾ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ഉണ്ടാക്കാം പെട്ടെന്ന്. നല്ല രസമാണ്. ഇതേപോലെ തന്നെ ഉണ്ടാക്കണം. നല്ല പിന്നെ അങ്ങനെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അടിക്ക് പിടിക്കാൻ പാടില്ല. അടിക്ക് അങ്ങനെ പിടിക്കൂല. എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നാലും ശ്രദ്ധിക്കണം. അപ്പോൾ ഉള്ളി നമുക്ക് നീളത്തിൽ മുറിച്ച് കൊടുക്കാം. അതാണ് നല്ല ഉപ്മാവിന് നീളത്തിൽ മുറിച്ച് കൊടുക്കുന്ന രസം. അത് ഇങ്ങനെ മേലോട്ട് കാണുമ്പോൾ നല്ല രസം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇത് ഇറക്കി ഞാൻ തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട്. തണുത്ത വെള്ളത്തിൽ അതിൻ്റെ പശയെല്ലാം ഒന്ന് പോക്കി നമ്മൾ വേവിക്കുന്നുണ്ടല്ലോ. വേവിക്കുന്ന സമയത്ത് അത് എടുത്ത് അതിൻ്റെ പശ അധികം വേവിക്കരുത്, ശ്രദ്ധിക്കണം. നല്ലോണം വെന്ത് പോറും. ഇതിങ്ങനെ വരണം.
ഈ തണുത്ത വെള്ളത്തിൽ നല്ലോണം ഒന്ന് ഇളക്കി അതിൻ്റെ അതിൻ്റെ കഞ്ഞി പശയില്ലേ അതെല്ലാം ഒന്ന് മാറ്റണം. എന്നാലേ ഉപ്മാവ് ഉണ്ടാക്കിയ രസം ഉണ്ടാവും. അങ്ങനെ ആക്കിയിട്ട് ഇത് ഇപ്പം തണുത്ത 2 വെള്ളത്തിൽ കഴുകി അത് ഇതിൻ്റെ വെള്ളം ഊറാൻ ഇങ്ങനെ വെക്കുക. അതിൻ്റെ കഞ്ഞി ഒരു നല്ല ഈ പശ വശമുള്ളത് പോകുന്നവർ 2 വെള്ളത്തിൽ അങ്ങനെ കഴുകിയിട്ട് ഇങ്ങനെ ഇടുക. എന്നാൽ നല്ല ഒന്നും പറ്റൂല. നല്ല ഉപ്മാവ് ഉണ്ടാക്കിയാൽ നല്ല ഇതായിട്ട് വിട്ട് നിൽക്കും. അങ്ങനെ ഇത് വെള്ളം ഊറാൻ നമുക്ക് വെക്കാം. ഇങ്ങനെ ഒരു അരിപ്പ പോലത്തെ പാത്രങ്ങളിലേക്ക് ഇട്ട് വെച്ചാൽ മതി. അഥവാ അരിപ്പ പാത്രം ഇല്ലാത്ത ആൾ ഇങ്ങനെ ചെമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ചോറ് വറക്കുന്ന പോലെ കമത്തി വെച്ചാൽ ഇതിൻ്റെ വെള്ളമെല്ലാം ഊറിക്കിട്ടും. ഓക്കെ, ഇതാ ഞാൻ ഉള്ളി നീളത്തിലാണ് മുറിക്കുന്നത്. അത് ഉള്ളി കാണാൻ ഉപ്മാവിന് നീളത്തിൽ മുറിച്ചാലേ രസമുണ്ട്. അത് കാണാനൊരു രസം വേണം. ചെറുങ്ങനെ മുറിച്ചാൽ ഒരു ഇതുണ്ടാവില്ല. ഉള്ളി നീളത്തിൽ മുറിക്കുന്നതിന് ഉപ്മാവിന് നല്ല. അപ്പോൾ ഉള്ളി മുറിക്കുക. തക്കാളിയും ചെറുങ്ങനെ മുറിച്ചാൽ ക്യാരറ്റും ചെറുങ്ങനെ മുറിച്ചാൽ മതി. ഉരുളക്കിഴങ്ങ് അങ്ങനെ ഇതെല്ലാം ഒന്ന് മുറിച്ച് റെഡിയാക്കി ഇനി നമുക്ക് നല്ല കഴുകി നല്ല ക്ലീനാക്കി വെച്ചതാണ്. ഒരു 3 കഷ്ണമാക്കി മാറ്റാം. ഒരു കഷ്ണം നമ്മൾ തിന്ന ക്യാമറക്കാരന് കഴിക്കാൻ കൊടുക്കുക. നല്ല ഇതിങ്ങനെ ചെറുങ്ങനെ മുറിക്കുക. വാവുന്നു കണ്ട, ക്യാമറക്കാരന് ഒരു കഷ്ണം ക്യാരറ്റ് കൊടുത്തേരം വാവുന്നു. കട്ടർക്കും തന്നൊരു കഷ്ണം വാവുന്നു. ഞാനും പറഞ്ഞു എന്താ നല്ല രസമാണ് ക്യാരറ്റ്. നമ്മൾ ദിവസവും ക്യാരറ്റും കക്കിരി ഉള്ളിയെല്ലാം ആക്കിയിട്ട് ചോറിൻ്റെ അപ്പുറം കുറച്ച് ചെറുനാരങ്ങയും ഉപ്പും ഇട്ട് സലാഡായിട്ട് കഴിച്ചാൽ നല്ലതാണ്, ശരീരത്തിന് നല്ലതാണ്. അല്ല വെജിറ്റബിളും നല്ല ഇതാണ്. ഇന്ത്യക്കാരെല്ലാം കാണും ഇപ്പോൾ സലാഡ് എന്ന് പറഞ്ഞിട്ട് കഴിക്കുന്നത്. ഉള്ളി, കക്കിരിക്ക, ക്യാരറ്റ്, പിന്നെ മുല്ലങ്കി കഴിഞ്ഞാൽ മുല്ലങ്കീൻ്റെ കിഴങ്ങും ഉണ്ടാവും കഴിക്കുന്നത്. കിഴങ്ങും ഉണ്ടാവും. അപ്പം മുല്ലങ്കീൻ്റെ സീസണാണല്ലോ. അങ്ങനെ ഇതും ചെറുങ്ങനെ മുറിച്ചിടുക. നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പം അതിൻ്റെ മേലെ ഇങ്ങനെ ഇതും കത്തി നല്ലതുകൊണ്ട് മുറിക്കാൻ നല്ലതാണ്. കത്തി ശരിയില്ലെങ്കിൽ പിന്നെ ഒരു വേഗം ഇതാവൂല. എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും കുക്കിംഗ് വീഡിയോ ഏത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ അതിൻ്റെ അഭിപ്രായം നിർബന്ധമായിട്ടും എഴുതണം. എന്നാലേ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് കൂടും. ഇൻട്രസ്റ്റ് കൂടും. അപ്പം അത് പറയണം എല്ലാവർക്കും. ഏത് വീഡിയോ ഞങ്ങളെ ചാനലിൽ ഇട്ട ഏത് വീഡിയോ ഞങ്ങളെ സബ്സ്ക്രൈബ് ആയാലും പുതിയ വരുന്ന മെമ്പേഴ്സ് ആയാലും എല്ലാം अभिप्राय പറയാ. अगर हिंदी है तो आप हिंदी से भी कमेंट कर सकता है. हमारा जो भी वीडियो देखेगा क्या हमारा कुकिंग पसंद है, डांस पसंद है, कॉमेडी पसंद है, क्या है पसंद है, आप सब्सक्राइब में ये इसमें कमेंट ज़रूर लिखना. और नया है तो सब्सक्राइब कीजिए, लाइक कीजिए और शेयर कीजिए और सपोर्ट कीजिए. हमारे कुकिंग कौन सा पसंद आया, केरल का कुकिंग कीजिए. हाँ, आप कुकिंग कर रहे हो, केरल का भी है. सब कुकिंग करके देखो उसका टेस्ट कैसा होता है. उसके बाद मुझे कमेंट बॉक्स में लिखना. ओके ओके. तमिल में
തമിഴ് തിരിയാതെ കൊഞ്ച് കൊഞ്ച് തിരിയും. തമിഴ് കൊഞ്ച് കൊഞ്ച് തിരിയും. തമിഴ്ക്കാരുണ്ടാക്കുന്ന ഉപ്മാവാണ്. തമിഴ് കൊഞ്ച് കൊഞ്ച് തിരിയും. തമിഴ് എല്ലാം മനസ്സിലാവും. എല്ലാം മനസ്സിലാവും. പേശലാണ് കൊഞ്ച് കൊഞ്ചായിട്ട് പേശണം. കൊഞ്ച് ബിരിയാണി നല്ല. ഒരാൾ ഹിന്ദി പറയുമ്പോൾ തമാശയാക്കും, ഹിന്ദി പറയുമ്പോൾ തമാശയാക്കും, തമിഴ് പറയുമ്പോൾ തമാശയാക്കും. കോമഡിയാന്നേ അല്ലേ? ചെമ്മീന് മൂപ്പർക്ക് അലർജിയാണ്. നമ്മളതുകൊണ്ട് വാങ്ങൂല. എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഓറ് കഴിക്കാത്തതുകൊണ്ട് എനിക്ക് ഇഷ്ടം. എനിക്ക് വാങ്ങുന്നത് ഇഷ്ടം. ഒരാൾക്കായിട്ട് വാങ്ങുന്നത് ശരിയല്ല. എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് രണ്ടാളും കഴിക്കുന്നതുകൊണ്ട് വാങ്ങാം, കുഴപ്പമില്ല. അപ്പം നമുക്ക് അടുത്തത് ഇതിൻ്റെ വെള്ളമെല്ലാം ഇങ്ങനെ ഊറി വരും. അപ്പോഴത്തെ നമുക്ക് അടുത്തത് റെഡിയാക്കാം. നല്ല വരുന്നുണ്ട്. വെള്ളമെല്ലാം നല്ല ഊറി വരുന്നു. ഉണ്ടാ ഇങ്ങനെ വരും. നല്ല ഉണ്ടാ ഇങ്ങനെ വരണം. എന്നുവെച്ചാൽ പശയെല്ലാം പോയി നല്ല തണുത്ത വെള്ളത്തിൽ ഇങ്ങനെ കൈക്ക് പറ്റാണ്ട് ഇതിൻ്റെ നല്ല പശകളെല്ലാം പോകണം. കഞ്ഞിപ്പശ പോലത്തെ എല്ലാം പോകണം. ഇനി നമുക്ക് അടുത്തത് ചട്ടി വെക്കാം. അടുത്ത നമുക്ക് ചട്ടി വെക്കാം. ചീനച്ചട്ടി വെക്കാം. കത്തിക്കാം. ഒരാള് കോമഡി ഇളക്കുവാണ്. ക്യാമറക്കാരൻ കോമഡി ഗ്യാസ് പൊട്ടിക്കാരാണ്. നല്ല രസമുണ്ട്. അങ്ങനെ എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിക്കാം. ചൂടാവട്ടെ. നമുക്ക് കുറച്ച് മാത്രം എണ്ണ, അധികം എണ്ണേൻ്റെ ആവശ്യമൊന്നുമില്ല. ഉള്ളി എണ്ണ. ഇത് സൺഫ്ലവർ ഓയിലാണ്. നോട്ട് പാം ഓയിൽ ഒന്നുമില്ല. നല്ല ശുദ്ധം. നോ കോക്കനട്ട് നെയ്യ്. ഇത് സൺഫ്ലവർ. കൊയ്പ്പില്ല അല്ലെ? മൂൺഫ്ലവർ ഇല്ല. ചന്ദ്രനില്ല. സൂര്യനേ ഉള്ളു. ഒരാളൊരു കോമഡി. സ്റ്റാർഫ്ലവർ ഇല്ല. നക്ഷത്രത്തിന്റെ സൺഫ്ലവർ ഉണ്ട്. ഇത് തന്നെയാ നക്ഷത്രത്തിന്റെ. മസ്റ്റാർഡ് ഓയിൽ. കടുവെണ്ണയും കടുവെണ്ണയും സൺഫ്ലവർ ഓയിലും ഒലിവ് ഓയിലും തവിട് ഓയിലും. പിന്നെ ഇത് ഒലിവ് ഓയിൽ. അത് മൂന്നും നല്ല ഓയിലാണ്. എന്നുവെച്ചാൽ കൊളസ്ട്രോള് കൊഴുപ്പില്ലാത്ത എണ്ണ. അങ്ങനെ കടുപൊട്ടി. കരിയാമ്പിൽ അധികമില്ല. അതുകൊണ്ട് കരിയാമ്പിലിട്ട് 2 ഇട്ട് കുറച്ച് ഉണ്ടായിട്ടുള്ള കരിയാമ്പിൽ ഇടുന്നു. ഇനി നമുക്ക് ഈ പച്ചക്കറികളെല്ലാം ഉണ്ടാകും. സൂപ്പറായിട്ട് പച്ചക്കറി ഇടാം. കുഴക്കാൻ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി വഴറ്റാം. ഇളക്കം. നമ്മൾ മറ്റേ സേമിയ ഇതിൽ നമ്മൾ ഉപ്പിട്ടിട്ട് അത് വേവിച്ചിരുന്നു. ഉപ്പിട്ടിട്ടാ വേവിച്ച്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം. കുറച്ച് നോക്കിയിട്ടേ ഉപ്പിടാവും. ഇതിന് നമുക്ക് പച്ചക്കറിക്കെല്ലാം പിടിക്കണമല്ലോ ലേശം. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ഉപ്പിടുക. അതിൽ അപ്പോൾ നല്ല കണക്കറിയാം. അതിൻ്റെ കണക്കിന് ഉപ്പിടാവും. ഇന്ത്യയിൽ എന്താ പറയുക? सेमिया उपमा बना रहे. അതിൽ ഉപ്പിട്ടുണ്ട്. ഇതൊരു 1/4 സ്പൂൺ ഇടുന്നുണ്ട്. ഉപ്പ് നമ്മൾ കുറവാണ് ഇടുന്നു. ഒരാൾക്ക് പ്രഷർ ഇല്ലോണ്ട് കുക്കർക്കല്ല വീഡിയോന് പ്രഷറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉപ്പ് നോക്കിയിട്ടേ ഇടും. കുറഞ്ഞാൽ സാരമില്ല, കൂടണ്ടാലോ. കുക്കർക്കാണോ ക്യാമറക്കാണോ? ഉപ്പ് അത്രയേ വേണ്ടു. എന്ന് വെച്ചാൽ നമ്മൾ
സേമിയത്തിനും ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട്. ഈ ഗ്രീൻ പീസിനും നമ്മൾ വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം ഇതിൽ നോക്കിയിട്ടൊരു കാൽ സ്പൂണേ ഇട്ടിട്ടുള്ളൂ. ഇതിൻ്റെ അത് ചെറിയ ഈ ഉരുളക്കിഴങ്ങിനും ക്യാരറ്റിനും ഉള്ളിക്കെല്ലാം പിടിക്കാനായിട്ടുള്ള അത്രേ വെച്ചിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്കിതിനകത്ത് വേണമെങ്കിൽ നമ്മളെ പരിപ്പില്ലേ, ഇതിൻ്റെ അകത്ത് കടു പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഉഴുന്ന് പരിപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രഥമൻ പരിപ്പില്ലേ മഞ്ഞ, അതും വേണമെങ്കിൽ നമുക്ക് എണ്ണയിലിട്ട് കൊടുക്കാം. അത് നല്ലൊരു രസം. ഇങ്ങനെ ഉപ്മാവുമ്പോൾ ഇങ്ങനെ കടിച്ചുകൊണ്ട് നിൽക്കും. ഇടക്ക് നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാ ഉപ്മാവിൽ ചില ആൾ ഇടുന്ന ഉണ്ടല്ലോ, അതേപോലെ അതും ഇടാം, കുഴപ്പമില്ല. ഇനി ഇതൊന്ന് നന്നാണ് ഒന്ന് വാടട്ടെ. കുറച്ചൊന്ന് വാടി വന്നല്ല ബാക്കി ഇടാം. ഇതെല്ലാം ഒന്ന് വാടുന്നുണ്ട്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും വേണമെങ്കിൽ നമുക്ക് വേവണമെങ്കിൽ ലേശം ഒരു സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചാൽ ഈ ആവിയിൽ ഉള്ള കുറച്ച് വെള്ളത്തിലും അതൊന്ന് ചെറുങ്ങനെ വന്നാൽ മതി. ഇതൊന്ന് അടയ്ക്കാൻ വെക്കാം. അടയ്ക്കണം. നല്ല നോക്കട്ടെ. ഉരുളക്കിഴങ്ങെല്ലാം വെന്തിട്ട് ചെറുങ്ങനെ മുറിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ആവിയിലും ഒരു തുള്ളി വെള്ളവും. ഇനി നമുക്ക് ഗ്രീൻ പീസ് വെക്കാം. വേവിച്ച ഗ്രീൻ പീസ് പച്ച ഇവിടെ കിട്ടൂലല്ലോ. ചിലപ്പം ഹൈപ്പർ മാർക്കറ്റ് ചില സമയത്തെല്ലാം കിട്ടും. വലിയ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടും. അല്ലെങ്കിൽ കിട്ടാത്തവരും ഇത് നമ്മൾ ഇന്നലെ പൊതിർത്ത് വെച്ചിട്ട് ഇതൊന്നും ഇതെല്ലാം ഇട്ട് ഗ്രീൻ പീസ് ഇത് പെട്ടെന്നാണ്. ഇനി നമുക്ക് ഇതിനകത്ത് വേറെ ഒന്നും ഇടുന്നില്ല. നമ്മൾ വെറും ലേശം ചിക്കൻ മസാല മാത്രമേ ഇടുന്നുള്ളൂ. ചിക്കൻ മസാല പിന്നെ നമ്മളെ ഈ മാഗി മസാല വരുന്നുണ്ട്, നൂഡിൽസ് മസാല വരുന്നുണ്ട്. അതുണ്ടെങ്കിൽ ചിക്കൻ മസാല ഉണ്ട്, അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. അല്ലെങ്കിൽ ചിക്കൻ ട്യൂബ് ഇല്ലേ, അതിൻ്റെ ഒരു കട്ട, ഒരു ചിക്കൻ ട്യൂബിൻ്റെ ചെറിയ കട്ടേൻ്റെ അകത്ത് 2 പീസ് വരുന്നുണ്ട്. ആ 2 പീസ് വരുന്നതിൻ്റെ ഒരു പീസിൻ്റെ പകുതിയെ ഇതിനിടാൻ പാടുള്ളൂ. അന്നേരം ചിക്കൻ മസാലേൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് ഇട്ടാൽ മതി. ഇപ്പം ചിക്കൻ ട്യൂബില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ചിക്കൻ മസാല ഒരു മുട്ട സ്പൂണില്ല, ഒരു കുറച്ച് ഇത് 1/2 സ്പൂണോളം ഇട്ട്, 1 സ്പൂണ് മൊത്തത്തിലിട്ടില്ല, ചെറിയൊരു 3/4 സ്പൂണോളം ചിക്കൻ മസാല ഇട്ട് എന്നാൽ നല്ല രസം. ഇതൊരു നൂഡിൽസ് ഒരു സേമിയ നൂഡിൽസാണ്. ഇതിനകത്ത് നമുക്ക് മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു മുട്ടയെല്ലാം ഉണ്ടെങ്കിൽ മുട്ട ഇതിൻ്റെ നടുവിൽ പൊട്ടിച്ചിട്ട് അതൊന്നും ഇങ്ങനെ വറുത്തിട്ട് അതും കൂടി ഇതിൻ്റെ ഒപ്പം ഒന്ന് മിക്സാക്കിയാൽ മതി. അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വറുത്തിട്ടുണ്ടെങ്കിൽ അതിട്ടാൽ മതി. പിന്നെ ചെറിയ ചിക്കൻ എല്ലില്ലാത്ത ചിക്കൻ ഇതുണ്ടെങ്കിൽ ബോണസ് അത് ചെറുങ്ങനെ കുരുമുളക് ഇട്ട് വേവിച്ചിട്ട് അത് ചെറുങ്ങനെ അത് ഇതിൻ്റെ അകത്ത് നല്ല ഭയങ്കര ടേസ്റ്റാണ്. അഥവാ വേവിക്കാണ്ട് നിങ്ങൾക്ക് നല്ല ചെറുങ്ങനെ മുറിച്ചിട്ടിട്ട് നല്ല മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും ചെറുനാരങ്ങയും മഞ്ഞളും ഉപ്പും എല്ലാം ഇട്ടിട്ട് കുറച്ച് പെരക്കി വെച്ചിട്ട് ഇങ്ങനെ പൊരിച്ചെടുത്തിട്ട് ഇതിൻ്റെ ആയിക്കഴിഞ്ഞ് ഇതിൻ്റെ മേലെ ഇട്ടാൽ നല്ല സൂപ്പറായിട്ട് കാണാനും നല്ല തിന്നാനും നല്ല സൂപ്പർ. പെരക്കി വെക്കണം, ചെറുനാരങ്ങ നീര് ഒഴിക്കണം. ഇനി നമുക്കിതിടാം. അങ്ങനെ നമുക്കിടാം. ഇങ്ങനെ തണുത്ത വെള്ളത്ത് കഴുകിയാലേ ഇങ്ങനെ ലൂസായി വരും. വേണ്ട, സോമിയ പോലെ തന്നെ ഇതും. പക്ഷെ ഇത് സേമിയത്തിൻ്റെയാണ്. സോമിയ വേവിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തണുത്ത വെള്ളത്തിലേ കഴുകണം. എന്നാലേ ആ തണുത്ത വെള്ളത്തിൽ കഴുകിയാലേ അതിൻ്റെ പശയെല്ലാം പോയിട്ട് ഇങ്ങനെ പറ്റാണ്ട് നമുക്ക് കിട്ടും. സേമിയ ഉപ്മാവ്, നോട്ട് സോമിയ ഉപ്പ്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കണക്കി തുണീനെ കൊണ്ട് പിടിച്ചിട്ടുള്ള ശീലമില്ല. ഈ
പക്കട് എന്ന് പറയും ഇതിന്. പക്കട് അപ്പോൾ ഇതിനെ കൊണ്ട് പിടിച്ചിട്ടുള്ള ശീലമില്ല. അങ്ങനെ ഇതെല്ലാം ഇളക്കി കൊടുക്കാം, നന്നായി ഇളക്കി കൊടുക്കാം. സ്ലോ ഇതിൽ വെക്കാം, സ്പീഡിലായിട്ട് വെക്കാൻ പാടില്ല. ഒന്ന് ഇതെല്ലാം ഇളക്കി കൊടുക്കാം, എല്ലാം പിടിപ്പിക്കുക, എല്ലാം ഇളക്കി കൊടുക്കുക, എല്ലാം മെസ്സലിൽ പിടിപ്പിക്കുക, എല്ലാം ഒന്ന് മിക്സാക്കി കൊടുത്ത് മെസ്സലിൽ പിടിപ്പിക്കുക. മസാലയെല്ലാം മസാലയെല്ലാം പിടിച്ചിട്ട് ചിക്കൻ ട്യൂബ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മാഗി മസാല ഉണ്ടെങ്കിലും നല്ല ഭംഗി, നല്ല ടേസ്റ്റും ഉണ്ടാകും, കാണാൻ നല്ല. പിന്നെ നമുക്ക് ഇത് മുറിച്ച് ഇടാം. മറ്റേ നമ്മുടെ കാശ്മീരല്ല ഇത്, എന്തെന്നാ വലിയ മറ്റേ മുളകില്ലേ, എന്തെന്നപ്പം അതിന് മറി നമുക്ക് ഇതിൻ്റെ അകത്ത് ക്യാപ്സിക്കം മുളക് ഇത് ഇറക്കാനോ ക്യാപ്സിക്കം മുളകും എല്ലാ 3 കളർ ഇട്ടെങ്കിൽ 3 കളർ ഇടാം. അത് നിങ്ങളെ ഇഷ്ടത്തിന് മുറിച്ചിട്ട് ഏത് രീതിയിലാണ് മുറിക്കണ്ടേ അത് നിങ്ങളെ ഇഷ്ടത്തിന് മുറിച്ചിട്ട് ഇടുക. അത് ഇറക്കുന്നതിന് മുമ്പിൽ കുറച്ച് ഒന്ന് ഇറക്കാനായാലും ഒന്ന് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയാൽ മതി. അധികം ചൂടാക്കിയ രസം ഉണ്ടാവില്ല. എന്നിട്ട് ഇനി ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞു. മസാലകളെല്ലാം യോജിപ്പിച്ച് തീരെ വെച്ചിന് ഒന്ന് ചെറുങ്ങനെ എല്ലാം ഒന്ന് ഇതാവട്ടേന്ന് വെച്ചിട്ടാണ് വെക്കുന്നത്. റെഡിയാക്കാം മല്ലിച്ചപ്പ്. അങ്ങനെ നമുക്ക് ഇതെടുക്കാം. ഒന്ന് ഇത് ഗ്യാസ് ഓഫാക്കാം. നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ നിലക്കടലക്ക എണ്ണയിലിട്ടിട്ട് തന്നെ ഒന്ന് വാട്ടിയിട്ട് നിലക്കടലക്ക, അണ്ടിപ്പരിപ്പ്, മുന്തിരി വേണമെങ്കിൽ ഇട്ടാൽ മതി. അണ്ടിപ്പരിപ്പ്, നിലക്കടലക്ക, ഈ പരിപ്പ്, പൊട്ടുകടല എല്ലാം വേണമെങ്കിൽ ഇടാം. എല്ലാം ഇടുന്ന പോലെ നല്ല ഇതുണ്ടോ. ഇനി നമുക്ക് മല്ലിച്ചപ്പ് വിതറി കൊടുക്കാം. അങ്ങനെ സേമിയ ഉപ്മാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. സൂപ്പ് നമ്മളെല്ലാം ഉണ്ടാക്കിയ സൂപ്പറാണ്. ഇനി നിങ്ങളും നോക്കണം. റെസിപ്പി കമന്റ് ചെയ്യണം. നമ്മളോട് ഇന്നലെ 2 ദിവസം കൊണ്ട് പറയുന്നേ നന്ദു പറഞ്ഞേ. അപ്പോൾ നന്ദു ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ പറയണം, കമന്റ് ചെയ്യണം. പിന്നെ മറ്റേ ചിക്കൻ ട്യൂബ് വാങ്ങിയാൽ മതി. അതിൻ്റെ അകത്ത് 2 കട്ടയുണ്ടാവും. ആ 2 കട്ടയിൽ നിന്ന് അതിൻ്റെ അകത്ത് നിന്ന് ഒരു കട്ടേൻ്റെ പകുതിയെ ഈ ഒരു പാക്കറ്റിന് ഇടാൻ പാടുള്ളൂ. അഥവാ മൊത്തം ഇടുന്നതിലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടാവും. എന്നാൽ ഇത് നമുക്ക് സർവ് ചെയ്യാം. ഓക്കെ, പാത്രത്തിൽ നമ്മൾ സെർവ് ചെയ്ത് ഇനി കുറച്ചും കൂടി മല്ലിച്ചപ്പ് ഇങ്ങനെ വതറി കൊടുക്കാം. മല്ലിച്ചപ്പ് നല്ലതാണ്. ചിലയാൾക്ക് ഇഷ്ടപ്പെടില്ല അതിൻ്റെ സ്മെല്ല്. പക്ഷേ മല്ലിച്ചപ്പ് എന്ന് വെച്ചാൽ നമ്മളെ ബ്ലഡ് ശുദ്ധിയാക്കുന്നതാണ്. ഇതിൻ്റെ മണം ചിലയാൾക്ക് പിടിക്കൂല. നല്ല ബ്ലഡ് നല്ല ശുദ്ധി. ഇതിൻ്റെ ചമ്മന്തി ചട്നി എല്ലാം ആക്കി കഴിച്ചാൽ നല്ല ഇതാണ്. കറിയിലിട്ട നല്ലൊരു സാധനമാണ്. അപ്പോൾ നമ്മളെ സേമിയ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സേമിയ നൂഡിൽസും പറയാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. ഇതിൻ്റെ അഭിപ്രായം പറയുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. പുതിയ ആളെ കാണുന്നുണ്ടെങ്കിൽ പുതിയ ആൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമുക്ക് സപ്പോർട്ട് ചെയ്യുക. പിന്നെ अगर हिंदी है तो आप हिंदी से हमें कमेंट कर सकते हैं. जो ये सेमिया का उपमा है, जो नूडल्स है, आपको पसंद है तो आप ज़रूर लाइक करना. और नया लोग है तो हमें सब्सक्राइब करना, सपोर्ट करना, शेयर करना. और और दूसरे वीडियो नया वीडियो आएंगे. പിന്നെ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം. കാണണം തീർച്ചയായിട്ടും. നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. വീഡിയോ എന്നും നമ്മൾ വീഡിയോ ഇടും. നല്ല ഹാപ്പി ആയിട്ട് നമ്മളെ സബ്സ്ക്രൈബ് എല്ലാവരും പറഞ്ഞ് ഹാപ്പിയായി സന്തോഷമായിട്ട് നിൽക്ക്. നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരും പറഞ്ഞ് വിഷമിക്കൊന്നും വേണ്ട. എല്ലാം നല്ല മുന്നോട്ട് പോവുക. ഈ സ്നേഹമാണ് നമ്മളെ മുന്നോട്ട് പോകേണ്ട കരുത്ത്. അതുകൊണ്ട് ഈ സ്നേഹം തന്നെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നമുക്ക് വളരെ നന്ദി. ഹൃദയം നിറഞ്ഞ നമ്മളെ 2 പേർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നിങ്ങൾക്കും. പിന്നെ ഇതിപ്പം ക്യാമറക്കാരൻ കഴിക്കാൻ കാത്ത് കേട് പോയി കൊടുക്കട്ടെ. ഓക്കെ റെഡി